സഹോദരന്മാരെ, സൂറത്ത് യാസീനിന്റെ 46 ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു. 47-ാം ആയത്ത് മുതൽ 55-ാമത്തെ ആയത്ത് വരെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയാൽ ഒരു പുനർജന്മം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തർക്കിക്കുന്ന ആളുകൾക്കുള്ള അല്ലാഹുവിന്റെ പ്രധാനപ്പെട്ട 3 തെളിവുകളെ കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞു. വആയത്തുൽ ലഹുമുൽ അർളുൽ മൈത്തത്തു എന്ന് തുടങ്ങുന്ന ആയത്ത്, നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചു വരുന്നു. ഇത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അല്ലാഹുവിന് നാളെ നമ്മൾ മരണപ്പെട്ടു പോയാൽ രണ്ടാമതൊരു ജന്മം നൽകുന്നതിന് പ്രയാസമില്ല എന്ന തെളിവ്. രണ്ടാമതായി അല്ലാഹു തആല വആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹു നഹാർ, രാവും പകലും മാറി മാറി വരുന്നത് എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു തെളിവായി, എല്ലാ ദിവസവും നമ്മൾ മുമ്പിൽ കാണുന്ന ഒരു തെളിവായി അല്ലാഹു പറഞ്ഞു. വആയത്തുൽ ലഹുമുൽ ഫുൽക്, മൂന്നാമതായി വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽക്, കപ്പലിൽ കടലിൽ മുങ്ങിപ്പോകാതെ യാത്ര ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തെക്കുറിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തി. ഇതെല്ലാം അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് നാളത്തെ ഒരു പുനർജന്മം അത് അല്ലാഹുവിന് നിഷ്പ്രയാസമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. എന്നിട്ട് അല്ലാഹു തആല അവസാനം പറഞ്ഞു, വഇദാ ഖീല ലഹും ഇത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും, ഈ വിഭാഗം ആളുകളോട് വഇദാ ഖീല ലഹും, അവരോട് നമ്മൾ പറയപ്പെട്ടു കഴിഞ്ഞാൽ നബിയെ, ഇത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം, കഴിഞ്ഞുപോയ പാപങ്ങളെ നിങ്ങൾ പൊറുക്കലിനെ തേടണം, വരാനിരിക്കുന്ന അദാബുകളെ നിങ്ങൾ മുൻകൂട്ടി കണ്ട് അല്ലാഹുവിലേക്ക് തഖ്വ ചെയ്ത് മടങ്ങണമെന്ന് നമ്മൾ പറഞ്ഞാൽ കാനു അൻഹാ മുഅരിളീൻ, അവരെല്ലാവരും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും, അവര് നെവർ മൈൻഡാക്കി കളയും എന്നുള്ള പറഞ്ഞു. ഇനി രണ്ടാമതൊരാശയം കൂടെ അല്ലാഹു പറയാണ്, വഇദാ ഖീല ലഹും അൻഫിഖൂ, ആ ജനങ്ങളോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു തആല നൽകിയ, നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണമെന്ന് അവരോട് പറഞ്ഞാൽ, മിനൽ അംവാൽ, തഫ്സീർ ജലാലീനി പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം എന്ന് അവരോട് പറഞ്ഞാൽ, ഖാലല്ലദീന കഫറൂ, അപ്പോൾ ആ അവിശ്വാസികളായ വിഭാഗം അവര് പരിഹസിച്ചുകൊണ്ട് പറയും, ലില്ലദീന ആമനൂ അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു വതുഅമഹ, കാഫിരീങ്ങളായ ആളുകൾ അവരോട് അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കാൻ അവരോട് പറഞ്ഞാൽ, ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു വതുഅമഹ, അവർ പരിഹസിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലാഹു അല്ലേ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്, അല്ലാഹു അല്ലേ എല്ലാവരെയും ഭക്ഷിപ്പിക്കുന്നത്, പിന്നെ അവർക്ക് വേണ്ടി നമ്മളൊന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ 2 പ്രധാനപ്പെട്ട ചർച്ചകളുണ്ട്. പരിഹസിച്ച് ചോദിക്കാണ്, നിങ്ങളെ വാദം എല്ലാം നൽകുന്നത് അല്ലാഹുവാണെന്നാണ്. പിന്നെ അല്ലാഹു നൽകിയ നിങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ചെലവഴിക്കണം, കൊടുക്കണം എന്ന് പറയുമ്പോ കാഫിരീങ്ങൾ ചോദിക്കാണ്, പടച്ചോനല്ല എല്ലാവർക്കും കൊടുക്കണം എന്നാണ്, പിന്നെ ഞങ്ങളെ കൊണ്ട് ഓടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം. ഒരു പരിഹാസ്യ രൂപത്തിലുള്ള ചോദ്യമാണ്.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അൻഫിഖു മിമ്മ, ഇവിടെ തന്നെ അല്ലാഹ് പറഞ്ഞത് എന്താ? അൻഫിഖു മിമ്മ റസഖകുമുല്ലാഹ്. ആരാണ് നൽകിയത്? നിങ്ങൾക്ക് സമ്പത്ത് നൽകിയത് ആരാ? അല്ലാഹ് നൽകിയതാണ്. അല്ലാഹ് നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് ആർക്ക് കൊടുക്കുന്ന അല്ലാഹ് തന്നെ പറയാണ്. അതിൽ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. നോക്കൂ, നിങ്ങൾ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം. വിശുദ്ധ ഖുർആനിന്റെ തന്നെ മറ്റിടങ്ങളിൽ ഇതുപോലെ സാമ്പത്തികമായി നമ്മൾ ചെലവഴിക്കേണ്ട രൂപത്തെ പറയുന്നുണ്ട്. സമൂഹത്തിൽ പല ആളുകളെയും പല തട്ടുകളിലാക്കിയിട്ടാണ് അല്ലാഹു തആല ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ചില ആളുകൾ പണക്കാരാണ്, ചില ആളുകൾ പറ്റേ സാധുക്കളാണ്, ഫക്കീറുമാരാണ്, ചിലർ മിസ്കീന്മാരാണ്. അങ്ങനെ പല തട്ടിലും ആളുകളുണ്ട്. എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ പല രീതിയിലും ആളുകളെ എല്ലാവരെയും അങ്ങ് പണക്കാരനാക്കിയ പോരായിരുന്നു അല്ലേ? അല്ലെങ്കിൽ എല്ലാവരെയും പാവപ്പെട്ടവരാക്കിയ പോരായിരുന്നു? അള്ളാഹിന്റെ അടുത്ത് ഇപ്പോ കൊടുത്തിട്ട് തീരാനായതുകൊണ്ടല്ലല്ലോ കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് ഇപ്പൊ തരല്ല, നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യും, നിങ്ങൾക്ക് പിന്നെ അടുത്ത ജന്മത്തിൽ തരാം, അങ്ങനൊന്നുമല്ലല്ലോ. അള്ളാഹിന്റെ ഖജനാവ് തീരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് അല്ലാഹു തആല കുറച്ച് ആളുകൾക്ക് പണം വാരി വലിച്ചു കൊടുക്കുന്നു, ചില ആളുകൾക്കൊന്നുമില്ലാതെ പ്രയാസപ്പെടുന്നു? അതെന്തിനാ? അത് അല്ലാഹു തആല മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്, മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, പണം കൊടുത്തവനോട് പറയാം, അവനാ കൂടുതൽ മേടിക്കേണ്ടത്. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. പണം കൊടുത്തവനോട് പറയാണ്, അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹ് നിനക്ക് നൽകിയതിൽ നിന്ന് നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ് എന്ന് ഖുർആനിന്റെ പലയിടങ്ങളിലും പറഞ്ഞത് കാണാം. ചില ആളുകൾ വിചാരിച്ചു വെറും നിസ്കാരം നോമ്പും മാത്രം മതി, പണം ചെലവഴിക്കേണ്ട ആവശ്യം അത് ചില ആളുകൾക്ക് മാത്രം പറഞ്ഞതാണ്. ഒരിക്കലുമല്ല. അൻഫിഖൂ, നിങ്ങൾ പണം ചെലവഴിക്കണം. സ്വർഗത്തിലേക്ക് എത്താനുള്ള വലിയ ഒരു മാർഗമാണ് സമ്പത്ത്. നമ്മൾ ഇവിടെ ചെലവഴിക്കണം. സമ്പത്ത് നമ്മൾ പാവങ്ങളെ സഹായിക്കാൻ ചെലവഴിക്കണം. അതൊരു വിഭാഗത്തിന് മാത്രം പറഞ്ഞതല്ല, ഉള്ള സമ്പത്തനുസരിച്ച് നമ്മളത് ചെലവഴിക്കണമെന്നാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ സ്വർഗത്തിന് എത്തുന്നു വിചാരിക്കണ്ട. അൻഫിഖൂ, നമ്മളോട് ചെലവഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെലവഴിക്കണം. കൈ നനയാതെ മീൻ പിടിക്കുന്ന പരിപാടി നടക്കൂല. കൈ നനയാതെ മീൻ പിടിക്കുന്ന പരിപാടി നടക്കൂല. കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അപ്പൊ വിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്കൂ, മറ്റൊരു സൂറത്തിൽ, സൂറത്തുൽ ലൈലിൽ അല്ലാഹു തആല പറയാണ്. സൂറത്തുൽ ലൈലിൽ പറയുന്നു, ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى. സദഖ കൊടുക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. ഫഅമ്മാ മൻ അഅതാ വസ്തഖാ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ, അതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ നല്ല ഇഖ്ലാസോടെ ഹൃദയം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈമാനോടെ നിങ്ങൾ നൽകുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ വസദ്ദഖ ബിൽ ഹുസ്നാ, ഉത്തമമായതിനെ സത്യമാക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് അല്ലാഹ് നൽകുന്ന നേട്ടം എന്താണ്? ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. അപ്പൊ സദഖ കൊടുക്കുന്നു, അല്ലാഹുവിന്റെ മാർഗത്തിൽ നൽകുന്ന ഒരുത്തൻ ഖൽബറിഞ്ഞ് ഇഖ്ലാസോടെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരുത്തന് ഖുർആൻ പറയുന്നു ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, അവന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമായി. ഖുർആൻ തന്നെ പറയാം. അപ്പൊ കാര്യങ്ങളിൽ പ്രയാസങ്ങൾ, കുടുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ഞെരുക്കങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ നീങ്ങിപ്പോകാനുള്ള ഒരു ഔഷധം അല്ലാഹ് പറഞ്ഞു, അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ കൊടുത്തോ. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹ് പറയും, അതേ സൂറത്തിൽ തന്നെ, സൂറത്തുൽ ലൈലിൽ, വഅമ്മാ മൻ ബഖില വസ്തഗ്നാ, എന്നാൽ നേരെ ഓപ്പോസിറ്റും പറയാണ്. ഒരു വിഭാഗത്തെ മാത്രം പറഞ്ഞു നിർത്തല്ല. വഅമ്മാ മൻ ബഖില വസ്തഗ്നാ,
ആരെങ്കിലും സമ്പത്തുണ്ടായിട്ട് പിശുക്ക് കാണിച്ചോ, വസ്തഗ്നാ, അവനതാ കിബിർ നടിച്ചുകൊണ്ട് ഉൾനാട്യം നടിക്കുകയും ചെയ്തു. സമ്പത്തുണ്ട്, ഞാൻ വലിയ പണക്കാരനാണ്, എല്ലാവരോടും പുച്ഛമാണ്, ഒരു 10 പൈസ ഒരു മനുഷ്യനും കൊടുക്കൂല. വകല്ലബ ബിൽ ഹുസ്ന, എന്നാൽ എല്ലാ ഉത്തമമായ ഇതിനെയും അവൻ കളവാക്കി. എന്തിനാ നിങ്ങൾ ഇതും ചെയ്ത് നടക്കുന്നത്? നന്മയെ മുഴുവനും അവൻ വിമർശിച്ചു കളഞ്ഞു. അങ്ങനെയുള്ള ഒരുത്തൻ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, അവനെ ഞെരുക്കത്തിലേക്ക് അള്ളാഹു കൊണ്ടുവരുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ. അവൻ പെടും, ലാസ്റ്റ് അവൻ പെടും. കുറെ സമ്പത്ത് കെട്ടി വെച്ചിട്ടൊരു കാര്യമല്ല. കെട്ടി വെച്ചു എന്ന് മാത്രമല്ല, അവൻ പിശുക്ക് കാണിച്ചു. വസ്തഗ്നാ, അവൻ അത് മറ്റുള്ളവരോടൊക്കെ ഗർവ് കാണിച്ച്, അതിന്റെ ഗർവ് അവന്റെ മനസ്സിൽ അവൻ കാണിച്ച്, അവൻ വലിയ ആളായെന്നുള്ള വെപ്പും വെച്ച് ബാക്കിയുള്ള നന്മകളൊക്കെ അവൻ വിമർശിച്ച്. 4 ഉറുപ്പ്യ ഉണ്ടായ 10 രൂപ ഉണ്ടായപ്പോഴേക്ക് എല്ലാറ്റിനെയും അവൻ വിമർശിച്ച്. അങ്ങനെ ചെയ്താൽ ഖുർആൻ പറയുന്നു അവന്റെ നെരുക്കത്തിലേക്കുള്ള വഴി അല്ലാഹു ഒരുക്കി കൊടുക്കും. അല്ലാഹുക്ക് ഇതിനൊന്നും വലിയ പണിയില്ല. അപ്പൊ ദാരിദ്ര്യത്തിലേക്ക്, പ്രയാസത്തിലേക്ക് പിശുക്ക് എത്തിക്കും. അവൻ നാശത്തിലെത്തിക്കഴിഞ്ഞാൽ അവന്റെ സമ്പത്ത് അവനെ രക്ഷിക്കാനുണ്ടാകൂല. അപ്പൊ സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടാണ് സൂറത്തുൽ യാസീൻ എല്ലാവരെയും വിളിച്ചു പറഞ്ഞത്, വഅൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ് എന്ന. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, മനുഷ്യന്റെ സ്വഭാവമാണ് അത്. എന്താണ്? നല്ലോണം റഹ്മത്തും നിഅമത്തൊക്കെ കിട്ടിയാലും എന്റെ പടച്ച റബ്ബ് എനിക്ക് അൽഹംദുലില്ലാ കുറെ നിഅമത്ത് തന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. എന്നാ ഒരു പനി വന്നു, ഒരു പ്രയാസം വന്നു, നമ്മൾ ഉദ്ദേശിച്ച ഇതിൽ ബിസിനസ് അങ്ങോട്ട് വിജയിച്ചില്ല, നമ്മൾ ഉദ്ദേശിച്ച കച്ചവടം നടന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച ലാഭം കിട്ടിയില്ല, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മകൾക്ക് വിവാഹം ശരിയായില്ല, നമ്മൾ ഉദ്ദേശിച്ച സീറ്റ് മകൾക്ക് കിട്ടിയില്ല, നമ്മൾ ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോ നമുക്കൊരു വർത്താനുണ്ട്, പടച്ചോൻ ഇന്നെ കാണില്ല, അള്ളാഹു എനിക്ക് തീരപ്പോ നിഅമത്തൊന്നും തരുന്നില്ല. അത് ഞാൻ പറയല്ല, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്റിന്റെ 15-ാമത്തെ ആയത്ത്, فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن. ഒരാൾക്ക് അല്ലാഹു തആല നല്ല ബഹുമാനവും നിഅമത്തുകളും നിറച്ചു കൊടുത്തു. അപ്പോൾ മനുഷ്യൻ പറയുന്നത് എന്താണ്? ഫയഖൂലു റബ്ബി അക്രമൻ, എന്റെ റബ്ബ് എന്നെ വല്ലാതെ ബഹുമാനിച്ചിരിക്കുന്നു, എനിക്ക് വേണ്ടവോളം എന്റെ റബ്ബ് തന്നിരിക്കുന്നു. എന്നാൽ അടുത്ത ആയത്തിൽ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. അള്ളാഹു ഒരാൾക്ക് പ്രയാസം കൊടുത്തു, അവന് നിഅമത്തൊന്നും കൊടുത്തില്ല, എന്റെ പേരിൽ ഞെരുക്കമല്ല കൊടുത്തു കഴിഞ്ഞാൽ ഫയഖൂലു റബ്ബി അഹാനൻ, എന്റെ റബ്ബ് എന്നെ വല്ലാതെ പരിഗണിച്ചില്ല, എന്നെ വല്ലാതെ തള്ളിക്കളഞ്ഞു പോയി എന്നവൻ പറയും. ഇത് മനുഷ്യൻ പറയുന്ന ഖുർആൻ പറയാ. അപ്പൊ രണ്ടും പറഞ്ഞുള്ള അല്ലേ? നിഅമത്ത് തന്നാൽ ഓ അള്ളാഹിനെ സമ്മതിച്ചു കൊടുത്തു, നമുക്ക് കിട്ടിയാൽ അള്ളാഹിനെ സമ്മതിച്ചു കൊടുത്തു, അല്ലെങ്കിലോ പടച്ചൻ പോരാ, അത്ര പോരാ എന്നൊരു രീതിയിലാണ്. എന്നാൽ ഇവിടെ അള്ളാഹു തലപ്പ നമുക്ക് തോന്നാണ്, ഇവിടെ രണ്ടാമത് പറഞ്ഞ വിഭാഗം, അതായത് പ്രയാസങ്ങളായപ്പോഴാണല്ലോ മനുഷ്യന്മാർ അങ്ങനെ പറഞ്ഞത്. എന്നാലും അങ്ങനെ പറയാൻ പറ്റൂല, നമുക്ക് രണ്ടാമത്തെ വിഭാഗത്തിനാണ് തോന്നുന്നത്. പക്ഷെ അള്ളാഹ് കുറ്റപ്പെടുത്തിയത് ആരെയെന്നറിയോ? രണ്ടാമത്തെ വിഭാഗത്തിനല്ല. അതായത് പണമുണ്ടായിട്ട്, ആദ്യം പറഞ്ഞ വിഭാഗമാരാ, പണമുണ്ടായിട്ട് അള്ളാഹു നിഅമത്ത് ഒരുപാട് കൊടുത്തപ്പോ അള്ളാഹിനെ സംബന്ധിച്ച് പടച്ചോൻ എനിക്ക് നിഅമത്തൊക്കെ നൽകി എന്ന് പറഞ്ഞൊരു വിഭാഗവും, പ്രയാസങ്ങൾ വന്നപ്പോ പടച്ചോൻ എന്നെ തീരെ നോക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തിയ വിഭാഗവും. രണ്ട് വിഭാഗമാണ് ഇപ്പൊ പറഞ്ഞത്. നമുക്ക് പ്രത്യക്ഷ നമ്മൾ അങ്ങനത്തെ ആളുകളായതുകൊണ്ട് നമുക്ക് തോന്നും ഈ അള്ളാഹിനെ കുറ്റപ്പെടുത്തിയ ആൾക്കാരാണ് മോശക്കാര്, എനിക്ക് പണം ഉണ്ടായപ്പോ അള്ളാഹു നല്ലവനാണ് എന്ന് പറഞ്ഞവരാണ് നല്ല ടീമെന്ന് നമുക്ക് തോന്നുന്നത് പ്രത്യക്ഷത്തിൽ. എന്നാൽ അള്ളാഹു താനെ ബാക്കിയുള്ള ഭാഗത്ത് കുറ്റപ്പെടുത്തുന്ന ആരെന്നറിയോ? ഈ പണം വന്നപ്പോൾ അള്ളാഹു എന്നെ പരിഗണിച്ചു എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ, ആദ്യം പറഞ്ഞ വിഭാഗം, അവരെ പറ്റി അല്ല പറയുകയാണ്. കല്ലാ, നിങ്ങൾ വിചാരിച്ച പോലെയല്ല, കാര്യം അങ്ങനെയൊന്നുമല്ല. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം,
ഈ പണക്കാരൻ അവന് പണം കിട്ടിയപ്പോ, സൗകര്യം കിട്ടിയപ്പോ അവന്റെ പടച്ചവൻ എന്നെ സമ്മതിച്ചിട്ടുണ്ട്, എന്നെ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ വാക്കിൽ അവൻ നിർത്തിയാൽ പോരാ. അവനതാ യതീമിനെ സഹായിക്കണം, യതീമിന് കൊടുക്കേണ്ടത് കൊടുക്കണം. അവനത് ചെയ്യുന്നില്ല. വലാ തഹാല്ലൂന അലാ തുആമിൽ മിസ്കീൻ, മിസ്കീന്മാരെ ഭക്ഷണം തടഞ്ഞു വെക്കാൻ പറ്റൂല. പിന്നെ അവൻ ഈ പണം വെച്ചിട്ട് ഇരുന്നിട്ട് അഭിമാനം പറഞ്ഞിട്ട് ചെയ്യുന്നത് എന്താണ്? അനന്തര സ്വത്തുകളെ വാരിക്കൂട്ടിയിട്ടവൻ തിന്നുകയാണ്. ഖുർആന്റെ പ്രയോഗം വാരിക്കൂട്ടി തിന്നാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞ വാരിക്കൂട്ടി നക്കാണെന്ന് വേണമെങ്കിൽ പറയാം, ഒന്നുകൂടി മോശമായ രീതി പറയണേ. അനന്തര സ്വത്തുകൾ ഖുർആൻ പറയുന്നു, കാരണവന്മാരായി അധ്വാനിച്ചു കൂട്ടിയ അനന്തര സ്വത്ത്, ആ സ്വത്ത് കയ്യിൽ വെച്ച് വാരിപ്പിടിച്ചിട്ടാണ് അവൻ ഈ പറയുന്നത്. സമ്പത്തിനോട് അത്യാഗ്രഹം ആർത്തിയും വന്നിട്ട് സമ്പത്തിന്റെ മുകളിൽ കിടന്ന് കെട്ടിമറിയുകയാണ് മനുഷ്യനെന്ന് ഖുർആൻ. ആ മനുഷ്യനെ വിളിച്ചിട്ട് അല്ല പറയുന്നു, അതെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അല്ല നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ, പാവങ്ങളെ സഹായിക്കണേ, മിസ്കീന്മാർക്ക് സഹായം നൽകണേ. അങ്ങനെ പറയുമ്പോ ഖാലല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ പരിഹാസത്തോടെ പറഞ്ഞു, ലില്ലദീന ആമനു അനുതിഉ മല്ലൗ യശാഉല്ലാഹു അത്അമാ. അല്ല എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, അല്ല ഭക്ഷണം കൊടുക്കാമെന്ന് ഏറ്റ ആളുകൾക്ക് പിന്നെ ഞങ്ങൾ എന്തിനു കൊടുക്കണമെന്ന ചോദ്യം. അതൊരു ചോദ്യം തന്നെയാണ്. ആ ആയത്തിറങ്ങുന്നത് എപ്പോഴാ? ആയത്തിറങ്ങുന്നതിന്റെ സാഹചര്യങ്ങൾ പലതും മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. മഹാനായ ഇമാം സ്വാമി അവിടുത്തെ തഫ്സീറു സ്വാമിയിൽ പറയുന്ന അത് കാണാം. ആസ് ബിൻ വായിലിന്റെ വിഷയത്തിൽ ഈ ആയത്തിറങ്ങിയിട്ടുണ്ട്. ആസ് ബിൻ വായിലിന്റെ അടുക്കൽ മിസ്കീന്മാരായ ആളുകൾ അവർ ചെന്നിട്ട് സഹായം ചോദിക്കുമ്പോ അദ്ദേഹം അവരോട് പറഞ്ഞു, ഇദ്ഹബി ഇലാ റബ്ബിക ഫഹുവ ഔലാ മിന്നി ബിക. നിങ്ങൾ നിങ്ങളെ പടച്ചവനോട് ചോദിച്ചോ. നിങ്ങളെ പടച്ചവനെല്ലാം ചെയ്യുന്നല്ലേ പറഞ്ഞത്? നിങ്ങളെ പടച്ചവനോട് പോയി ചോദിക്കുക, എന്നേക്കാൾ നല്ലത് ആ നിങ്ങളെ പടച്ചവനാണ്. അപ്പോൾ ആസിബിന് വായിൽ അവരോട് അങ്ങനെ പറയുമ്പോ ഖദ് മനഅകല്ലാഹു ഫതഅമകാന, നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തെ നിങ്ങളെ പടച്ച റബ്ബ് തടഞ്ഞു വെച്ചിട്ടാണ് നിങ്ങൾ എന്റെ മുമ്പിൽ കൈനീട്ടാൻ വരുന്നതെങ്കിൽ നിങ്ങളെ റബ്ബ് തടഞ്ഞതിനെ ഞാനെങ്ങനെ തരാനാണ്? പരിഹസിച്ചിട്ടൊരു ചോദ്യം ചോദിക്കാണ്. അപ്പോ ഈ ആയത്തിറങ്ങുന്നു, മുശ്രിക്കീങ്ങളായ ആളുകൾ, കാഫിരീങ്ങളായ ആളുകൾ പരിഹാസ്യത്തോടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞപ്പോ ചോദിക്കാണ്, നിങ്ങളെ റബ്ബ് നിങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ തന്നാൽ എങ്ങനെ നടക്കാനാണ്? അപ്പൊ അതുകൊണ്ട് ഈ ആയത്തിന് ശക്തി പകരുന്ന പല സംഭവങ്ങളുമുണ്ട്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല പറയുന്നു, ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. ആ കാഫിരീങ്ങൾ പറയാണ്, നിങ്ങൾ വല്ലാത്ത ഇരുട്ടിന്റെ ലോകത്താണ്, ഇപ്പോഴും നേരം വെളുക്കാത്ത ടീമാണ്, ഇപ്പോഴും നേരം വെളുക്കാത്ത ടീമാണ്. നിങ്ങളെ പടച്ചവൻ നിങ്ങൾക്ക് എല്ലാവർക്കും വിധിച്ചു തരുന്നവൻ, യർസുഖു മയ്യശാ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ഉദ്ദേശിച്ച ആളുകൾക്ക് അല്ല നൽകുന്നു. പിന്നെ നിങ്ങൾ ഈ കയ്യും നീട്ടി നടക്കുന്നത് ശരിയാണോ? അത് നിങ്ങൾക്ക് നേരം വെളുക്കാത്ത ടീമാണ് എന്നാണ് കാഫിരീങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഇപ്പോഴും പലരും നല്ലതിന്റെ ആളുകളെ, അതേ നന്മയുടെ വാക്താക്കളെ കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരുമുണ്ട്. ഇപ്പോഴും നേരം വെളുക്കാത്ത ആളുകൾ എന്ന് പറയുന്ന ആളുകളുണ്ട്. അന്നും പറഞ്ഞിരുന്നു ഈ കാഫിരീങ്ങൾ, ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ, നിങ്ങൾ ഇപ്പോഴും വ്യക്തമായ വഴികേടിലാണ്. അതേ, ആ കാഫിരീങ്ങൾ അവർക്കും നേരം വെളുത്തിട്ടില്ലല്ലോ. നോക്കൂ നിങ്ങൾ, വയഖൂലൂന മതാ ഹാദൽ വഅദു, എന്നിട്ട് അവർ പറയാണ്, വയഖൂലൂന, ആ കാഫിരീങ്ങളായ ആളുകൾ പറയും, മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. അപ്പോൾ അവരുടെ ചോദ്യം അതാണ്,
നിങ്ങളെ പറഞ്ഞ ഖിയാമത്ത് നാൾ ഉണ്ടല്ലോ, ആ പുനർജന്മം ഉണ്ടല്ലോ, അതെപ്പോഴാണ്? അതാണ് ചോദ്യം. അതിന് മറുപടിയാണ് ഇനി അല്ലാഹു തആല ആ ഒരു പുനർജന്മത്തിന്റെ വിഷയത്തിലേക്കാണ് വരുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ ആയത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ കാഫിരീങ്ങൾ പരിഹസിച്ച ഈ ആയത്തിന് മറ്റൊരു ചരിത്രത്തിന്റെ പിൻബലം കൂടെയുണ്ട്. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ നല്ലപോലെ പാവങ്ങളെ സഹായിച്ചിരുന്ന ആളാണ്. ഇമാം സൗയി പറയാം, അന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതേ കാന യുത്ഇമുൽ മസാകീന, ആ മഹാനവറുകൾ മസാകീനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള പാവപ്പെട്ട ആളുകൾക്ക് എപ്പോഴും ഭക്ഷണം നന്നായി കൊടുത്തിരുന്ന ആളാണ്. ഫലഖിയഹു അബൂജഹൽ, അപ്പോഴാണ് അതാ അബൂജഹലിനെ കണ്ടുമുട്ടുന്നു. ഫഖാല, അബൂജഹൽ പറഞ്ഞു, യാ അബൂബക്കർ, അല്ലയോ അബൂബക്കറേ, അത്തസഅമ അന്നല്ലാഹ ഖാദിറുൻ അലാ ഇത്ആമ ഹൗലാ, നിങ്ങൾ വാദിക്കുന്നത് എന്താണ്? പാവപ്പെട്ടവനെയും പണക്കാരനെയും എല്ലാവർക്കും അള്ളയാണല്ലോ ഭക്ഷണം കൊടുക്കുന്നത് എന്നല്ലേ നിങ്ങൾ വാദിക്കുന്നത്? അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നഅം, അതെ. ഖാല, അബൂജഹൽ പറയാണ്, ഫമാ ബാലുഹു ലിമ യുത്ഇമുഹും, പിന്നെ എന്തിനാ സിദ്ദീഖ് അക്ബർ നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്? നിങ്ങൾ തന്നെ പറയും, നിങ്ങളെ പടച്ചോൻ എല്ലാവർക്കും കൊടുക്കുന്നു, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവർക്കൊക്കെ ഓരി വെക്കാൻ നടക്കുന്നത്? അപ്പൊ മഹാനായ സിദ്ദീഖുൽ അക്ബർ നിങ്ങൾ പറഞ്ഞതിന് മറുപടി, ഇബ്തലാ ഖൗമൻ ബിൽ ഫഖർ, ഒരു വിഭാഗം ആളുകൾ അല്ലാഹു തആല ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ചു. വഖൗമൻ ബിൽ ഗിന, മറ്റൊരു വിഭാഗം ആളുകൾക്ക് അല്ലാഹു നല്ല പണം കൊടുത്ത് ഐശ്വര്യം കൊടുത്തിട്ട് അവരെ അങ്ങനെയും പരീക്ഷിച്ചു. എന്നിട്ടോ വഅമറൽ ഫുഖറാഉ ബിസ്സൗം, പട്ടിണി പ്രയാസമുണ്ടാകുമ്പോ നോമ്പ് നോൽക്കാൻ അല്ലാഹു പറഞ്ഞു. വൽഅഗ്നിയാഉ ബിൽ ഇഅ്താ, പണക്കാരനോടല്ല പറഞ്ഞത് കൊടുക്കാനാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, പാവപ്പെട്ടവരുണ്ട് പണക്കാരുണ്ട്. അബൂജഹലിനോട് പറയാം, അബൂജഹലിന്റെ ചോദ്യത്തിന് മറുപടിയാണ്, പാവപ്പെട്ട ആളുകൾ ഭക്ഷണം ഇല്ലെങ്കിൽ അന്ന് നോമ്പ് വെച്ചോട്ടെ. പണക്കാരനോടല്ല പറഞ്ഞ എന്താണ്? ബിൽ ഇഅ്താ, നിങ്ങൾ കൊടുക്കണം, ഭക്ഷണം വിതരണം ചെയ്യണം, ഇല്ലാത്തവന് നിങ്ങൾ കൊടുക്കണം എന്ന പാവപ്പെട്ടവനോടുള്ള പണക്കാരനോടുള്ള നിർദ്ദേശം അതാണ്. അതുകൊണ്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അബൂജഹലിന് കൊടുത്ത മറുപടി അതാണ്. അപ്പൊ അബൂജഹൽ പറഞ്ഞു, വല്ലാഹി യാ അബൂബക്കർ, അല്ലയോ അബൂബക്കറേ, ഇന്നൻത ഇല്ലാ ഫീ ളലാൽ, നിങ്ങൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല കേട്ടോ. അത്തസഅമ അന്നല്ലാഹ ഖാദിറുൻ അലാ ഇത്ആമി ഹൗലാ, നിങ്ങൾ വാദിക്കുന്നു ഈ വിഭാഗം മിസ്കീന്മാർക്ക് അല്ലാഹു തആല ഭക്ഷണം കൊടുക്കുമെന്ന്. എന്നിട്ടോ വഹുവ ലാ യുത്ഇമുഹും, നിങ്ങൾ പറഞ്ഞ പടച്ചവനോ അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നില്ല. സുമ്മ തത്അമുഹും അൻത, എന്നിട്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ വാരി കൊടുക്കാൻ നടക്കണോ എന്ന ചോദ്യം അബൂജഹൽ. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഈ ആയത്ത് ഇറങ്ങുന്നത്. അപ്പൊ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കൊടുക്കാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ആകാശത്ത് ഇങ്ങനെ പ്ലേറ്റിലാക്കി കഴുകി ഇറക്കി കൊടുക്കുന്നല്ല, അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാ വഴിയും അല്ലാഹു തആല സംവിധാനിക്കുന്നതാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ എല്ലാ അധികാരങ്ങളും കൊടുത്തപ്പോ ചോദിക്കുന്നുണ്ട്, പടച്ചോനെ, ഞാന് എന്റെ വകയായിട്ട് ഒരു ദിവസം കടലിലുള്ള മത്സ്യങ്ങൾക്കൊക്കെ എന്റെ വക ഭക്ഷണം കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പടച്ചോൻ പറഞ്ഞു, വേണ്ട നബി, വെറുതെ വേണ്ടാത്ത പണിക്കുന്നുണ്ട്, കഴിയൂല, ആ പണി കഴിയൂല. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ആഗ്രഹം, എന്റെ വക കടലിലുള്ള എല്ലാ മത്സ്യത്തിനും ഇന്ന് എന്റെ വക. ഇപ്പൊ ലോകം മടക്കി വരിക്കാൻ അധികാരം കൊടുത്ത രാജാവാണല്ലോ. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു ഒരു ആഗ്രഹം. അപ്പൊ പടച്ചോൻ പറഞ്ഞു, വെറുതെ വേണ്ടാത്ത പണിയൊക്കെ ഉണ്ട്, നടക്കൂല എന്നാണ്. എന്നാലും ഞാൻ എന്നാ പിന്നെ ഓക്കെ, എന്നാ നിങ്ങള് നാളത്തെ ദിവസങ്ങൾ കൊടുത്തോളി. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിന്റെ വക്കത്ത് നല്ല ഭക്ഷണ ശേഖരണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി അവിടെ ഇങ്ങനെ നിന്നപ്പോ ഇങ്ങനെ മത്സ്യങ്ങൾക്ക് ഇങ്ങനെ ഭാര്യ ഭക്ഷണം എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പതാ വരുന്നു വലിയൊരു തിമിംഗലം വന്ന് വാഴ ഇങ്ങനെ പൊളിച്ചിങ്ങനെ നിൽക്കുക. സുലൈമാൻ നബി ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു, ഇത് വായ അടച്ചു പോണില്ല, കൊണ്ടുവന്ന ഭക്ഷണം കൊണ്ട് പറഞ്ഞിട്ട് ഒന്നിനെ തന്നെ കഴിയണില്ല. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പഠിച്ചോനെ, ഇന്നെ കൊണ്ടല്ലാതെ ആരോടെ കൊണ്ട് കഴിയൂല, ഒരു കടലത്തെ മീനിന്റെ അവസ്ഥയാണ് ഇപ്പൊ. അപ്പോ അല്ലാഹു തആല എവിടൊക്കെ എന്തൊക്കെ കൊടുക്കും നമുക്കറിയില്ല, നമ്മൾ കാണാത്തയും കേൾക്കാത്ത എത്രയോ ഭാഗങ്ങളും എത്രയോ ജീവികൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മനുഷ്യരിൽ മിസ്കീന്മാർക്കും ഫക്കീറന്മാർക്കും കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്?
അത് ധനികന്മാർക്കാണ്, അത് അവർ കൊടുക്കണം. അത് കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കുന്നത് ആരാ? അത് അല്ലാഹുവാണ്. ധനികന്റെ കയ്യിൽ പണം കൊടുത്തതാരാ? അല്ലാഹുവാണ്. മറ്റവനെ മിസ്കീനാക്കിയതാരാ? എല്ലാം അല്ലാഹുവാണ്. എന്തിനു വേണ്ടിയാണ്? അതെല്ലാവരെയും പരീക്ഷിക്കാൻ വേണ്ടിയാണ്. പണക്കാരൻ കൊടുക്കുന്നുണ്ടോ എന്നും പരീക്ഷിക്കണം, പാവപ്പെട്ടവൻ സഹിക്കുന്നുണ്ടോ എന്നും പരീക്ഷിക്കണം. എല്ലാം പരീക്ഷിക്കുമ്പോഴാണ് മനുഷ്യൻ ഈ ലോകത്തെ പരീക്ഷണത്തിൽ വിജയിച്ചു വരുന്നത്. എന്നാൽ നാളെ സ്വർഗത്തിൽ ചെന്ന ഫക്കീറില്ല, മിസ്കീനില്ല. അവിടെ പാവപ്പെട്ടവനും പണക്കാരനും വ്യത്യാസമില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും നൽകുന്ന ലോകമല്ല, ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ ചെയ്തത്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, സഹോദരന്മാരെ, വയഖൂലൂന മതാ ഹാദൽ വഅദ്, ചോദിക്കും അവർ, എപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ വാഗ്ദത്തം? നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അതൊന്ന് കൊണ്ടുവരണം, അതെവിടെ എവിടെ എന്നവർ ചോദിക്കുന്നു. ആ സംഭവം നടക്കുന്നത് എപ്പോഴാണ്? മാ യൻളുറൂന ഇല്ലാ സ്വൈഹത്തൻ വാഹിദ തഅഖുദുഹും വഹും യഖ്സിമൂൻ. അതേ ഖിയാമത്ത് നാൾ വരുന്നത് ആരും പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തല്ല. അന്ന് അവിടെയുള്ള ആളുകൾ അവരിയ്ക്കുന്നത് എങ്ങനെയാണ്? വയഖൂലൂന, ഇമാം ഖുർത്തുബി പറയുന്നു, വയഖൂലൂന മതാ ഹാദൽ വഅദ് ലമ്മാ ഖീല ലഹും ഇത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും. നേരത്തെ ഒരു ആയത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അവരതിനെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞതും ഈ ആയത്തുമൊക്കെ വെച്ച് അല്ലാഹു പറയുന്നു, അവരാ വഅദിനെ നിങ്ങൾ നൽകിയ ഖിയാമത്ത് നാൾ എവിടെ എന്ന് പരിഹാസ്യ രൂപത്തിൽ അവർ ചോദിക്കുകയാണ്. മാ യൻദുറൂന ഇല്ലാ സ്വൈഹത്തൻ വാഹിദ. ഒരൊറ്റ ഊത്താണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഒന്നാമത്തെ ഊത്ത്. ആ ഒന്നാമത്തെ ഊത്ത് ഊതുന്ന സമയത്ത് മഹാനായ ഇമാം ഖുർത്തുബി തഫ്സീറിൽ പറയാണ്, ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, ഒരു ശബ്ദമുണ്ട്, വലിയ ശബ്ദം. ആ ശബ്ദത്തോടു കൂടെയാണ് ഈ ഊത്ത് നടക്കുന്നത്. വഹിയ നഫഖത്തു ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം തഅഖുദുഹും വഹും യഖ്സിമൂൻ, ഐ യഖ്തസിമൂന ഫീ ഉമൂരി ദുനിയാഹും വയമൂതൂന ഫീ മകാനിഹിം. അവർ സേഫായ സ്ഥലത്തൊന്നും ആയിരിക്കില്ല ഉണ്ടാകാൻ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒന്നാമത്തെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഊത്ത് വരുന്നു അനൗൺസ്മെന്റ് ഒന്നും വരൂല, അല്ലെ? വാട്സപ്പിൽ മെസ്സേജ്, എല്ലാവരും ജാഗ്രത, അറിയിപ്പ്, മറ്റേ ചിഹ്നമൊക്കെ ഇട്ട് നാളെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതുന്നുണ്ട്, എല്ലാവരും വീടിനകത്ത് കയറിയിരിക്കുക. അങ്ങനൊന്നും ഉണ്ടാവില്ല, ആർക്കും അറിയില്ല. അങ്ങനത്തെ സമയത്ത് അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, യംഫഖു ഫിസ്സൂരി വന്നാസു ഫീ അസ്വാഖിഹിം, ജനങ്ങൾ അങ്ങാടിയിൽ അവിടെ ഇവിടെയൊക്കെയാണ്, അതിന്റെ ഇടയിലാണ് ഈ ഊത്ത് വരുന്നത്. പഠിച്ചവനെ, മഅദല്ലാഹ്, അല്ലാഹു നമ്മെ ഖിയാമത്ത് നാളിന്റെ അദാബുകളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അതേ, ഒന്നാമത്തെ ഊത്ത് വരുന്ന സമയത്ത് ഇവരാരും പ്രതീക്ഷിച്ച് നിൽക്കുന്നവരല്ല. ഫലാ യസ്തതീഊന തൗസിയതൻ, ഒരു മനുഷ്യനും വസിയത്ത് പോലും പറയാനുള്ള അതിനുള്ള അവസരം പോലുമില്ല, അതിന് കഴിയൂല. കാരണം ചിലവർ നാട്ടിലേക്ക് വീട്ടിലേക്കൊന്ന് പോകുന്ന വഴിയാണ്, മറ്റു ചിലർ സാധനം വാങ്ങാൻ അങ്ങാടിയിലാണ്, മറ്റു ചിലർ ജോലിക്ക് പോയ സ്ഥലത്താണ്. വീട്ടിലെത്തിക്കൊള്ളണമെന്നില്ല. എന്റെ സമ്പത്ത് എന്ത് ചെയ്യണമെന്ന് ആരോടെങ്കിലും വസിയത്ത് ചെയ്യാനോ ഒന്നിനും ഒരു വസിയത്തിനും പറ്റുന്നില്ല. ഖുർആൻ പറയുന്നു, വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, വസിയത്തൊക്കെ അവിടെ നിൽക്കട്ടെ, മരിക്കുന്ന സമയത്ത് എല്ലാരും കൂടെ അങ്ങ് മരിക്കാണ്. സ്വന്തം വീട്ടിൽ കിടന്നിട്ടും മരിക്കാൻ പോലും അവർക്ക് കഴിയൂല. എവിടുന്നാണ് സംഭവിക്കുന്നത്? അവിടുന്ന് എല്ലാരും അടിച്ചു നിരത്താണ്. സ്വന്തം വീട്ടുകാരിലേക്ക്, കുടുംബക്കാരിലേക്ക് പോലും ഒന്ന് ഓടിയെത്താൻ പോലും കഴിയില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, കഴിയൂല. എത്തിയോടത്ത് ഓരോരുത്തരും മരിച്ചു വീഴാണ്. യാ റബ്ബ്, എന്തായിരിക്കും അവസ്ഥ? എല്ലാവരും അഭയം പ്രാപിക്കുന്നത് വീട്ടിലേക്കാണ്. വലിയൊരു ശബ്ദം കേട്ടാൽ എല്ലാവരും എടുക്ക ഓടുക, വീട്ടിലേക്കാണ് ഓടിക്കയറുക. സ്വന്തം വീട്ടിലേക്കാണ് ഓടിക്കയറുന്നത്. ആ വീട്ടിലേക്ക് ഓടിയെത്താൻ പോലുമില്ല, അവസരം തരൂല. ലാ യസ്തതീഊൻ, ഒരു മനുഷ്യനും അതിന് കഴിയില്ല. തൗസിയത്തൻ, ഒരു വസിയത്ത് പോലും നൽകാൻ. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, കുടുംബക്കാരിലേക്ക് മടങ്ങിപ്പോകാനും കഴിയൂല. വനുഫിഖാ ഫിസ്സൂരി, രണ്ടാമത്തെ ഊത്ത് വരും. രണ്ടാമത്തെ ഊത്ത് വരുന്നത് എപ്പോഴാണ്? 40 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്. തഫ്സീറുൽ ജലാലൈനി
ഒരു ഊത്ത് കഴിഞ്ഞ് അടുത്ത ഊത്തിന്റെ ഇടക്കുള്ള ഗ്യാപ്പ് 40 സന, 40 കൊല്ലുണ്ട്. ഫൈദാഹും മിനൽ അജ്ദാഥി, രണ്ടാമത്തെ ഊത്ത് നടന്നാലോ ഫൈദാഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരവരുടെ ഖബറുകളിൽ നിന്ന് അവരെഴുന്നേറ്റ് വരികയാണ്. ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിലേക്ക് വരികയാണ്. യൻസിലൂൻ ബിസ്സുറഅ, പെട്ടെന്ന് ഉളരിക്കൊണ്ട് എല്ലാവരും ചാടി എഴുന്നേറ്റ് ഓടി വരികയാണ്. ഖാലൂ, അവര് പറയുമെത്രേ, കാഫിരീങ്ങൾ പറയുമെത്രേ, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നാശമേ, മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ കിടന്നുറങ്ങുന്നിടത്ത് ആരാണ് ഈ വിളിച്ചുണർത്തിയത്? എവിടേക്കാണ്? ഞങ്ങളെ വല്ലാത്ത നാശമാണല്ലോ. മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. നേരത്തെ പഠിച്ച റബ്ബുണ്ട്, റഹ്മാനായ റബ്ബുണ്ട് എന്ന് പറഞ്ഞ് വാഗ്ദത്തം നൽകിയ വാഗ്ദത്തം ഇതാ വന്നിരിക്കുന്നു. വസദഖൽ മുർസലൂൻ, മുർസലീങ്ങൾ ഒരുപാട് വന്നിരുന്നു, അവരൊക്കെ പറഞ്ഞത് സത്യമായിരുന്നല്ലോ. ഞങ്ങൾ വിചാരിച്ചത് ഉറക്കം മാത്രമാണ്, ആരാണ് ഇവിടുന്ന് വിളിച്ചുണർത്തിയത് എന്ന് കാഫിരീങ്ങൾ ചോദിക്കുമെന്ന് ഖുർആൻ. അന്ന് മനസ്സിലാകും ആ ചോദ്യത്തിനുള്ള മുഴുവൻ മറുപടി. എവിടെ നിങ്ങൾ നൽകിയ വാഗ്ദത്തം നൽകിയത് എവിടെയെന്ന് ചോദിച്ചില്ലേ? വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്ന ആളുകളാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരീന്ന് പറഞ്ഞില്ലേ? അതിനുത്തരാണ് ഈ കൊടുക്കുന്നത്. അപ്പൊ അവര് പറയുമത്രേ, ഇത് സത്യമാണല്ലോ, ഞങ്ങൾ പെട്ടുപോയി, ഇത് സത്യമാണല്ലോ, ഞങ്ങൾ പെട്ടുപോയി. ഇൻ കാനത് ഇല്ലാ സുയ്ഹതൻ വാഹിദതൻ ഫഇദാഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ. വലിയ ശബ്ദമാണ് അപ്പോഴും ഉണ്ടാകുന്നത്. ഒന്നാമത്തെ ഊത്തിലും വലിയ ശബ്ദമുണ്ട്, എല്ലാം നശിച്ചുപോയി. രണ്ടാമത്തെ ഊത്തിൽ 40 വർഷത്തിന് ശേഷം രണ്ടാമത്തെ ഊത്തിൽ അതാ എല്ലാവരും വലിയ ശബ്ദത്തോടെയാണ് അതും എഴുന്നേറ്റ് വരുന്നു. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഫൽയൗമ ലാ തുൽമു നഫ്സുൻ ശൈആ, അന്നത്തെ ദിവസത്തിൽ ഒരു മനുഷ്യനെയും ഒരു മനുഷ്യ ശരീരത്തെയും ലാ വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, ഒരു മനുഷ്യനെയും ആവശ്യമില്ലാതെ ആക്രമിക്കുകയില്ല. നീ ഇവിടെ ചെയ്തു വെച്ചതിന്റെ കുറ്റമേ അവിടെ ഏറ്റുവാങ്ങാനുള്ളൂ. എന്നാലോ അള്ളാനെ ഒന്ന് കണ്ടു നോക്കട്ടെ, മറ്റു നബിനെ ഒന്ന് കണ്ടു നോക്കട്ടെ, പിടിപാട് കൊണ്ട് കഴിച്ചിലാകാൻ പറ്റുമോ? വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, ഇവിടെ വല്ലതും നല്ലത് ചെയ്തിക്കണെങ്കിൽ അതിനുള്ളത് അവിടെ കിട്ടും. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു ചില്ലറ പൈസ പോലും, ഇവിടെ മീൻ തൂക്കുമ്പോ കുറച്ചുണ്ടല്ലോ ഒരു ഓവർ തൂക്കിട്ട് കൊടുക്കും അല്ലെ? നമ്മൾ തൂക്കി കൊടുക്കുമ്പോ നമ്മളെ വക ഒരു 10 ഗ്രാം കുറച്ച് അധികം ഇട്ട് കൊടുക്കും. ആ ഒരു തൂക്കത്തിന്റെ പരിപാടി അവിടെ ഇല്ല. നമ്മൾ ചെയ്തതിന്റെ അമലിന്റെ കൃത്യമായ പ്രതിഫലം മാത്രമേ അവിടെ നൽകൂ. എന്നാൽ അല്ലാഹു തആല അവനോട് തിന്മ കാണിച്ചതുകൊണ്ട് അവിടുന്ന് നല്ലവണ്ണം കുറച്ച് കൂടുതൽ ശിക്ഷ കൊടുക്കില്ല. അവരെ ആവശ്യമില്ലാതെ ആക്രമിക്കുന്നില്ല. ഇവിടെ നിന്ന് അവൻ തെറ്റ് ചെയ്തതിന്റെ ശിക്ഷ അവിടെ കൊടുക്കുന്നുള്ളൂ. ഇവിടെ നിന്ന് ചെയ്തതിന്റെ പ്രതിഫലമേ അവിടെയും കൊടുക്കൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി അല്ലാഹു തആല പറയുന്നത് സ്വർഗത്തിലേക്ക് പോകുന്ന ഇന്ന സുഹാബൽ ജന്ന എന്ന് പറഞ്ഞ ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.